it's Tailfrog, let's fly, let's fly. Hey, it's Tail Frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. Hello guys, welcome back to Tail Frogs. Tailfrog, let's fly, let's fly. Hey, it's Tailfrog, let's fly, let's fly. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2001 പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഹൈസ്റ്റ് എന്ന മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. It's Tailfrog. നമ്മുടെ ഹീറോയായ ജോണിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ നടത്തിയാണ് ജോണും അവന്റെ ടീമും ജീവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സിറ്റിയിലുള്ള വലിയൊരു ജ്വല്ലറി കൊള്ളയടിക്കാനായിട്ട് ജോണും അവന്റെ ടീമും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ജോണിന്റെ വൈഫായിട്ടുള്ള ഫ്രാനെ ജ്വല്ലറിയുടെ തൊട്ടു മുന്നിലായിട്ടുണ്ടായിരുന്ന ഒരു കോഫി ഷോപ്പിലേക്ക് ജോലിക്ക് അയക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഈ ജ്വല്ലറി ക്ലോസ് ചെയ്യും. പിന്നെ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു 4 പേര് മാത്രമേ ഈ ജ്വല്ലറിയുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. സെക്യൂരിറ്റികളാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ഫ്രാൻ വർക്ക് ചെയ്യുന്ന ആ ടീ ഷോപ്പിൽ നിന്ന് 4 കോഫി വാങ്ങിയിട്ടാണ് അവരുടെ ഓരോ ദിവസത്തെയും ഡ്യൂട്ടി തുടങ്ങാറ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോഫി ഷോപ്പിലേക്ക് ജോലിക്കായിട്ട് ഫ്രാനെ ജോൺ പറഞ്ഞയച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു പ്ലാനുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ഒരു ദിവസം വന്നെത്തിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഈ ഒരു ഷോപ്പിലേക്ക് വന്നിട്ട് 4 കോഫി ഓർഡർ ചെയ്യാണ്. ഫ്രാനാണ് സെക്യൂരിറ്റി കോഫി എടുത്തു കൊടുത്തത്. പക്ഷേ അന്നത്തെ ദിവസം അവളുടെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു മയക്കുമരുന്ന് ഈ കോഫിയിൽ അവൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി കോഫിയുമായിട്ട് ജ്വല്ലറിയിലേക്ക് പോവാണ്. ഫ്രാനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് ഒരു ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവള് വെച്ചിട്ടുണ്ടായിരുന്ന വിഗും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവളുടെ ശരിക്കുള്ള രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അവള് നേരെ ജ്വല്ലറിയുടെ മുന്നിലേക്ക് പോയി നോക്കുകയാണ്. ഇവര് കൊടുത്തിട്ടുള്ള കോഫികൾ കൃത്യമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കൺഫേം ചെയ്തിട്ട് അവൾ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഈ ഒരു സമയത്താണ് ജോണും അവരുടെ ഗ്യാങ്ങിലുള്ള ബോബും കൂടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഫ്രാൻ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ജോൺ ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ഇപ്പോ അവരുടെ ടീമിലുള്ള പിങ്ക് കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട്. ഈ ഒരു ബുക്സും കൊണ്ട് അവൻ ഇങ്ങനെ നടന്ന് ആ ഒരു ജ്വല്ലറിയുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ജ്വല്ലറിയിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നു. ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് പിങ്കിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു എൻവലപ്പ് ഇടുകയാണ്. അത് വെറും ഒരു എൻവലപ്പ് ആയിരുന്നില്ല, അതിനുള്ളില് ഒരു ചെറിയ ബോംബായിരുന്നു. പിങ്ക് നടന്നിട്ട് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ബോംബ് അവിടുന്ന് പൊട്ടുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ടിട്ട് അതുവഴി വന്നിട്ടുണ്ടായിരുന്ന ഒരു ടാക്സി കൺട്രോൾ തെറ്റിയിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വണ്ടിയിൽ പോയി ഇടിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഒരുപാട് ആളുകൾ പാനിക്കായിട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സ്ട്രീറ്റിലെ എല്ലാവരും ശ്രദ്ധ ഈ ഒരു ശബ്ദം കേട്ടിട്ടുള്ള ഭാഗത്തേക്ക് ആയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പില് ഇവർ 4 പേരും കൂടി ഈ ഒരു ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡോറ് തകർത്തിട്ട് അകത്തേക്ക് കയറുകയാണ്. ഇപ്പോ എല്ലാവരും മാസ്ക് വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് അകത്തിരിക്കുന്ന ആ ഒരു ലേഡി ആ ഒരു കോഫി കുടിച്ചിട്ടില്ല എന്നുള്ളത് ജോണിന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ജോണ് അയാളുടെ മാസ്ക് അഴിച്ചു വെച്ചിട്ട് ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അകത്തുണ്ടായിരുന്ന ആ ഒരു ലേഡി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന കണ്ടിട്ട് ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ഈ ഒരു സമയത്താണ് ജോൺ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഇപ്പൊ ആ ഒരു ലേഡിയോട് പറയാണ്, ഈ ഒരു സ്ട്രീറ്റിന്റെ എൻഡ് ഭാഗത്തായിട്ട് ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. അപ്പോ നിങ്ങളൊന്ന് പോലീസിനെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ലേഡി ആണെന്നുണ്ടെങ്കിൽ ജോണിനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ എടുക്കാൻ പോയ സമയത്ത് തന്നെ ജോൺ വന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടീസർ ഗൺ ഉപയോഗിച്ചിട്ട് അവളുടെ കഴുത്തിലേക്ക് തന്നെ ഷോക്ക് അടിപ്പിക്കുകയാണ്. ഇപ്പൊ അവരവിടെ ബോധം കെട്ട് വീണിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു CCTV ജോൺ കാണുന്നത്. ജോൺ മാസ്ക് വെക്കാത്തതുകൊണ്ട് തന്നെ അവന്റെ മുഖം അതിൽ പതിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ജോണിന് മനസ്സിലാവുകയാണ്. ജോൺ ഇപ്പോ ആ ഒരു CCTVയുടെ ഹാർഡ് ഡിസ്ക് തെരഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആ ഒരു ഭാഗത്ത് മുഴുവൻ തെരഞ്ഞു നോക്കിയെങ്കിലും ആ ഒരു ഭാഗത്തൊന്നും ജോണിന് ഹാർഡ് ഡിസ്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ അവന്റെ കൂടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ഡയമണ്ടും ഗോൾഡും എല്ലാം തന്നെ അവരവിടുന്ന് മോഷ്ടിക്കുകയാണ്. CCTVയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കേബിള് അത് ഫോളോ ചെയ്ത് പോയ സമയത്ത് ഹാർഡ് ഡിസ്ക് ഇരിക്കുന്ന ആ ഒരു ഭാഗം അതിപ്പോ ജോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഹാർഡ് ഡിസ്ക് വളരെ സെക്യൂർഡ് ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ശക്തമായിട്ടുള്ള ഒരു ലോക്കൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ പൂട്ടി വെച്ചിട്ടുണ്ട്. ജോൺ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഈ ഒരു പൂട്ട് തല്ലി പൊളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയമായപ്പോഴത്തേക്കും പുറത്തേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഇപ്പോ ബോബ് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയാണ്, നമ്മുടെ പ്ലാൻ പ്രകാരമുള്ള അരമണിക്കൂർ അതിപ്പോ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള വിലപിടിപ്പുള്ള എല്ലാ സാധനവും തന്നെ മോഷ്ടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല പുറത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പുറത്ത് കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസിന്റെ കയ്യിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയാണ്. വേറൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ജോണും ഇപ്പൊ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അവിടുന്ന് പോവുകയാണ്. CCTVയിൽ ജോണിന്റെ മുഖം പതിഞ്ഞുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള മോഷണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുന്നുള്ളത് ജോണിന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നടത്തിയിട്ടുള്ള ആ ഒരു റോബറി അതിൽ നിന്ന് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഇവിടുന്ന് കടക്കണമെന്ന് ഇവരിപ്പോ പ്ലാൻ ചെയ്യാണ്. പിറ്റേ ദിവസം ജോണിന്റെ ഫ്രണ്ട്
ജോണിന്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ ജോണിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വലിയ ബോട്ട് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോ അയാൾ പറയാണ്, ജോൺ നിന്റെ ബോട്ട് നീ എനിക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ക്യാഷ് തരാം, അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ജോണിന് ആ ഒരു ബോട്ട് വളരെ പ്രിയപ്പെട്ടതായിരുന്നു, അതുകൊണ്ട് തന്നെ അവനത് വിൽക്കുന്നില്ല എന്ന് പറയാണ്. എപ്പോഴെങ്കിലും നിനക്ക് അത് വിൽക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. പിറ്റേ ദിവസം ജോണും ജോണിന്റെ ഫ്രണ്ട് ബോബിയും കൂട്ടിയിട്ട് ജ്വല്ലറി മോഷ്ടിക്കുന്ന ആ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുള്ള മിക്കിനെ കാണാനായിട്ട് വന്നേക്കാണ്. ജോണിന് ഇതുപോലുള്ള ജോലികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മിക്കിയാണ്. മോഷണത്തിന് ആവശ്യമായിട്ടുള്ള ചെലവുകളും എവിടെയാണ് മോഷ്ടിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങള് മിക്കിയാണ് ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ജോൺ അവന്റെ ടീമിനെ കൂട്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ട് അത് ചെയ്തു തീർത്തിട്ട് അങ്ങനെ മോഷ്ടിച്ചെടുത്തിട്ടുള്ള മുതലുകളൊക്കെ മിക്കിയെ ഏൽപ്പിക്കും. അയാള് അത് വിറ്റിട്ട് ഇവർക്കൊരു ഷെയർ കൊടുക്കും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ജ്വല്ലറിയിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ള ആഭരണങ്ങളും അതുപോലെ തന്നെ ഡയമണ്ട്സ് ഒക്കെ ഇപ്പൊ മിക്കിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് മിക്കിക്കാണെങ്കിൽ നല്ല രീതിയിൽ സന്തോഷമാവുന്നുണ്ട്. അയാളിപ്പോ ജോണിനെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ജോൺ പറയാണ്, എന്റെ മുഖം ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന CCTV പതിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ജോലിയൊക്കെ നിർത്തിയിട്ട് എവിടേക്കെങ്കിലും പോകാനായിട്ട് നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മിക്കി പറയാണ്, ഈ ഒരു സമയത്ത് നീ എങ്ങനെ പോകുന്നത്? ഒരു അടിപൊളി പരിപാടി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്യാങ്ങിലുള്ള മൊത്തം ആൾക്കാർക്കും സെറ്റിൽ ആവാൻ പറ്റും. അത്രയും ലാഭമാണ് നമുക്ക് അവിടെ കിട്ടാനായിട്ട് പോകുന്നത്. ജോൺ ഇപ്പൊ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ജോൺ പറയാണ്, ഇനി ഒരു പരിപാടിയും ഞാനും എന്റെ ടീംസും വരുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടിന്റെ ക്യാഷ് അത് വേഗം തരാനായിട്ട് പറയാണ്. മിക്കിക്കാണെങ്കിൽ ഇപ്പൊ നല്ല ദേഷ്യം വരുന്നുണ്ട്. മിക്കി പറയാണ്, ഞാൻ ഓൾറെഡി ആ ഒരു പരിപാടി പിടിച്ചുപോയി. ഈ ഒരു കറക്റ്റ് സമയത്ത് നീ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? നിനക്ക് പകരം ഒരാളെ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കാരണം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നിന്നെ പോലെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന വേറെ ആരാണ് അവിടെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ജോൺ പറയാണ്, എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഒരു ക്യാഷ് കിട്ടണം, ഞാൻ ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ഇപ്പൊ മിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവനോട് പറയാണ്, ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നീ കൂടെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് നിനക്ക് തരില്ല എന്നിങ്ങനെ പറയാണ്. ദേഷ്യം പിടിച്ചിട്ട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവാണ്. ബോബി ആണെങ്കിൽ പോയിട്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ തല്ലുന്നൊക്കെയുണ്ട്. ഇവര് പോകുന്ന സമയത്തും മിക്കി ബാക്കിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഈ ഒരു പ്ലാനും കൂടി അത് കഴിഞ്ഞിട്ട് നീ എങ്ങോട്ടെങ്കിലും പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ജോൺ ഇതൊന്നും കേൾക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. മിക്കി ഇപ്പൊ ജോണിന്റെ പുറകെ വരുന്നുണ്ട്. എന്നിട്ട് അവരൊരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. കുറെ മിക്കി ഇങ്ങനെ പറഞ്ഞ സമയത്ത് ജോൺ അവസാനം ഈ ഒരു കാര്യം ചെയ്യാൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ട് മിക്കി അവർക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്റെ ബന്ധുവായിട്ടുള്ള ജിമ്മി അവനെ കൂടി നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് കൂടെ കൂട്ടണം എന്നിങ്ങനെ പറയാണ്. ആദ്യമൊക്കെ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും മിക്കി ഒരുപാട് ഇങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോ ജോണും ഓക്കെ പറയാണ്. ജിമ്മി ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ഫ്രാങ്കിനെ കണ്ടപ്പോ തന്നെ അവളുടെ അടുത്ത് ഒരു ക്രഷ് തോന്നുന്നുണ്ട്. കാരണം ഫ്രാങ്കിന് അത്ര ഏജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജോൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ ജിമ്മി വിചാരിക്കുകയാണ്, ഇവൾ എന്തിനാണ് ആ ഒരു കിളവന്റെ പുറകെ നടക്കുന്നത്, ഇവളെങ്ങനെയെങ്കിലും വളയ്ക്കണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇവരടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നാട്ടിൽ നിന്നും ഒരുപാട് ഗോൾഡ് ആയിട്ട് ഒരു കാർഗോ പ്ലെയിന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ഗോൾഡ് അടിച്ചു മാറ്റാനാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ ആ ഒരു പരിപാടി ചെയ്യാനായിട്ട് തന്നെ ഇറങ്ങാണ്. ഈ ഒരു പരിപാടിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഫ്രാൻ ഇപ്പോ ഇവർ കൊള്ളയടിക്കാൻ പോകുന്ന ആ ഒരു എയർപോർട്ടിലെ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ഹെഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെ പരിചയപ്പെടുന്നുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ നല്ല തണ്ണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫ്രാന് അവരെയും കൂട്ടിയിട്ട് ഒരു ബാറിലേക്ക് വന്നേക്കാണ്. അവരവിടെ ഇരുന്ന് മദ്യപിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ലേഡിയുടെ ഡ്യൂട്ടി ടൈം ആയിരുന്നു അത്. ആ ഒരു ടൈമിൽ തന്നെ ജോൺ ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ജോണിനെ കണ്ടു കഴിഞ്ഞപ്പോ ഫ്രാനോ പറയാണ്, നീ അയാൾ കാണാതെ ശ്രദ്ധിക്കണം കേട്ടോ, അയാള് FBI ജോലി ചെയ്യുന്ന ഒരു സീക്രട്ട് ഏജന്റ് ആണ്. നിങ്ങളെ പോലുള്ള ഓഫീസേഴ്സ് ഒക്കെ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അയാളത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ജോലി പോകും. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനും പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ കാരണമാണ് എന്റെ പണിയും പോയത് എന്നൊക്കെ ഫ്രാൻ ഇപ്പൊ ഇങ്ങനെ തട്ടി വിടുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ജോണിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് എയർപോർട്ടിന്റെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗത്ത് ഇവരൊരു ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ട്രിഗർ ഇവരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാരും തന്നെ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എംപ്ലോയീസിന്റെ വേഷത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ഇവർ പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇയാളെ കണ്ട് പേടിച്ചിട്ട് ജിമ്മി വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് തുടങ്ങായിരുന്നു. ഇപ്പോ പിങ്ക് അവനോട് പറയുന്നുണ്ട്, എടാ പോലീസുകാരെ കാണുന്ന സമയത്ത് തന്നെ നീ പേടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കല്ലേ, നീ ഒന്ന് കൂളായിട്ടിരിക്കേ. പുറത്ത് നിൽക്കുന്നത് ജോണും ബോബിയാണ്. ഈ ഒരു കാര്യത്തിലൊക്കെ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അതൊക്കെ അവരെങ്ങനെങ്കിലും ഡീൽ ചെയ്തോളും എന്നിങ്ങനെ പറയാണ്. പോലീസ് ഓഫീസർ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ജോണിനോട് ID കാർഡ് ചോദിക്കുന്നുണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തില് ആ ഒരു പോലീസുകാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ ഇപ്പോ പോലീസുകാരനോട് പറയാണ്, എന്താണ് സാർ ഇത്, ഞങ്ങൾ ഈ ഒരു പൊരി വെയിലത്ത് കിടന്നിട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ID കാർഡ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാ? ശരി സമ്മതിക്കുന്നു, ഇത് എയർപോർട്ടിന്റെ ഏരിയയൊക്കെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെ 4ാമത്തെ പ്രാവശ്യമാണ് പോലീസ് വണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്താണ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തില് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ജോണും ബോബിയും കൂടിയിട്ട് തിരിച്ച് ഇവരുടെ ആ ഒരു കാറിലേക്ക് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് പോലീസുകാരൻ അയാളുടെ വോക്കി ടോക്കി എടുത്തിട്ട് ഇവരെ സംശയത്തോടെ നോക്കിയിട്ട് ഓഫീസിലേക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് വണ്ടിയിലിരിക്കുന്നുണ്ടായിരുന്ന ജിമ്മി അവന്റെ തോക്കെടുത്തിട്ട് ഈ ഒരു പോലീസ് ഓഫീസറെ ഷൂട്ട് ചെയ്യാനായിട്ട് കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ബോബി ഇത് കാണുന്നുണ്ട്. അവൻ വേഗം ജിമ്മിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. പോലീസ് ഓഫീസർ ഗണ്ണ് കാണാത്ത രീതിയിൽ അവന്റെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജോൺ വീണ്ടും പോലീസുകാരുടെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട്. എന്നിട്ട് അയാളെ വീണ്ടും പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബോബി ജിമ്മിനെ കാറിന്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റിയിരുത്തുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എടാ നിന്നോട് ആരാണ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി
ഇറങ്ങി വരാൻ പറഞ്ഞത്? ഈ ഒരു പരിപാടി നീ മൊത്തം കൊളാക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഓഫീസറെ പറഞ്ഞു വിട്ടിട്ട് ജോൺ ഇപ്പോൾ വീണ്ടും കാറിൽ വന്ന് കയറിയിരിക്കുന്നുണ്ട്. രണ്ടാമത് ജോൺ വന്ന് സംസാരിച്ച് കണ്ടു കഴിഞ്ഞപ്പോ പോലീസുകാരന് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇപ്പോ അയാൾ ആ ഒരു കാറിന്റെ നമ്പർ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ കാറിൽ വന്നിരുന്നിട്ട് ജിമ്മിനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നീ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ ഈ എഴുത്തുചാട്ടം നല്ലതല്ല. നമുക്കിനി ഈ ഒരു കാർ പോലും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിങ്കെ, നീ ഈ ഒരു കാർ എടുത്തുകൊണ്ടിട്ട് മുഴുവനായിട്ട് നശിപ്പിച്ചേക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം ജോണിന്റെ വീട്ടില് ഇവരെല്ലാരും കൂടിയിട്ട് ഈ ഒരു പ്ലാനിനെ പറ്റിയിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രാനെ ഇംപ്രസ് ചെയ്യാനായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ജിമ്മി കയറിയിട്ട് എല്ലാവരോടായിട്ട് പറയാണ്, ഈ ഒരു പരിപാടി നമുക്ക് എങ്ങനെയാണെങ്കിലും ചെയ്ത് തീർത്തേ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും തന്നെ സെറ്റിൽ ആവാനായിട്ടുള്ള വലിയൊരു തുക നമുക്ക് കിട്ടും. കൃത്യമായിട്ടുള്ള സമയത്ത് ആ ഒരു ബോംബിന്റെ എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തോണം എന്നൊക്കെ ഇതിന്റെ ഇടയിൽ ആവശ്യമില്ലാതെ കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജോണിനും ബോബിക്കുവാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാണ്ട് അവരങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പിങ്ക് ഭയങ്കര ടെൻഷനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ജോണിനോട് പറയാണ്, നമ്മുടെ ആ ഒരു കാർ ഉണ്ടല്ലോ അത് പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ജോൺ ടെൻഷനായിട്ട് നിന്നോട് അതുകൊണ്ട് നശിപ്പിച്ചു കളയാൻ പറഞ്ഞല്ലായിരുന്നോ, പിന്നെ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പിങ്ക് പറയാണ്, ഞാൻ എന്റെ ഒരു ബന്ധുവിനെ കൂട്ടിയിട്ട് അതിന് പോവായിരുന്നു, പക്ഷെ അതിന്റെ ഇടയിൽ കാറ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ജോൺ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ആ ഒരു കാർ മാത്രമല്ലേ പോലീസുകാരുടെ അടുത്ത് കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ പിങ്ക് പറയാണ്, ജോൺ, ആ ഒരു കാറ് മാത്രമല്ല നമ്മുടെ പ്ലാനുകൾ എഴുതിയിട്ടുള്ള ആ ഒരു ക്ലിപ്പ് ബോർഡ് അത് ഞാൻ ആ ഒരു കാറിന്റെ ബാക്ക് സീറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതടക്കാണ് പോലീസുകാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബോബി ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ബോബി പെണ്ണീറ്റ് എന്നിട്ട് പിങ്കിനോട് നല്ല രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ഇപ്പൊ ഇതിന്റെ ഇടയിൽ കയറി പറയാണ്, ഇനിയിപ്പോ എന്താണെങ്കിലും ശരി നമുക്ക് ഈ ഒരു പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അയാൾക്ക് മറ്റൊരു നാട്ടിലേക്ക് പോകാനായിട്ട് ഒരുപാട് പൈസ വേണമായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് ജോൺ ബോബിനോട് പറയാണ്. പക്ഷെ ബോബി അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. അവനോടൊന്ന് ദേഷ്യം പിടിച്ചിട്ട് ജിമ്മിനെ കൂടിയിട്ട് ഇറങ്ങി പോവാണ്. ജോൺ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ ബോബി സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ നിന്റെ അങ്കിളിനോട് പോയി പറയാന്ന് ജോൺ ഇപ്പോ ജിമ്മിനോട് പറയുന്നുണ്ട്. ജിമ്മിയും ബോബും കൂടിയിട്ട് ജോണിന്റെ വീട്ടിൽ നിന്ന് പോവുകയാണ്. എന്നാൽ ഇവര് പോയ അതേ സമയത്ത് തന്നെ ജോണും പിങ്കും കൂടിയിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോലീസുകാരൻ വന്നത് മുതൽ ഇത്രയും നേരം അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള നാടകമായിരുന്നു. ഇവർക്ക് ആ ഒരു ജോലി ചെയ്യാനായിട്ട് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവര് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള ആ ഒരു പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി ചെയ്ത് തീർത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് മിക്കി കിടന്ന് വാശി പിടിച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു നാടകം കളിച്ചിട്ടുണ്ടായിരുന്നത്. പിങ്ക് ആണെന്നുണ്ടെങ്കിൽ ജോണിനോട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പൈസ ഒപ്പിക്കാനായിട്ട് അയാളുടെ ഫ്രണ്ടിന് ജോണിന്റെ ബോട്ട് വെക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു. മുഴുവൻ പൈസയായിട്ട് ഇന്ന് രാത്രി തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ട് നിങ്ങൾക്ക് തരാന്ന് ജോൺ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് പൈസ എടുത്തിട്ട് ബോട്ട് വാങ്ങാനായിട്ട് ജോണിന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കാണ്. ഇപ്പൊ അയാൾ പറയാണ്, നിങ്ങൾ പറഞ്ഞതിലും കൂടുതൽ പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്ക് ഈ ഒരു ബാഗ് നിറച്ചും ക്യാഷാണ്, അത് മാത്രമല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ ഒരു ഗണ്ണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ജോൺ അയാളോട് പറയാണ്, നമ്മുടെ ബോട്ടിന്റെ ആ ഒരു ഫ്യൂവൽ ടാങ്ക് അതിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, അപ്പോ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് കൊണ്ടുപോകുന്ന ഭാഗത്തിന് ഞാൻ സെറ്റാക്കി തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിൽ ഫ്രാന് പുറത്തേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരു നിഴല് കാണാണ്. ഇവരുടെ വീട്ടിലേക്ക് ആരോ അതിക്രമിച്ച് കടന്നിട്ടുണ്ടെന്നുള്ളത് ഫ്രാന് മനസ്സിലാവാണ്. അവള് ജോണിന് ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജോൺ അവിടെ നിന്ന് എണീറ്റിട്ട് ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ്. അപ്പൊ അയാളും ഒരു നിഴല് കാണുന്നുണ്ട്. ജോൺ നേരെ പോയിട്ട് ബോട്ട് വാങ്ങാൻ വന്നിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഗണ്ണ് എടുക്കുകയാണ്. എന്നിട്ട് അയാളുടെ നേരെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, മിണ്ടാതെ ഇവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞിട്ട് ജോൺ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോവാണ് ആ ഒരു നിഴല് കണ്ട ഭാഗത്തേക്ക്. ഈ ഒരു ഗ്യാപ്പിൽ ബോട്ട് വാങ്ങാൻ വന്നിട്ടുള്ള ആള് ആ ക്യാഷ് എടുത്തിട്ട് ഇനി ഒരിക്കലും ആ ഒരു ബോട്ട് വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് അയാളുടെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ജോൺ ആണെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ആ ഒരു വർക്ക്ഷോപ്പിന്റെ ഭാഗത്തേക്ക് പോയി നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവിടെ ഒരാൾ നിൽക്കുന്നത് കാണാണ്. ജോൺ അവിടെ നിൽക്കുന്ന ആളുടെ നേരെ ചാടി വീഴുന്നുണ്ട്. താൻ ആരാണ് എന്ന് പറഞ്ഞിട്ട് തോക്ക അയാളുടെ നേരെ ചൂണ്ടുന്നുണ്ട്. അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ജിമ്മിയാണെന്നുള്ളത് ജോൺ ഇപ്പോഴാണ് മനസ്സിലാവുന്നുണ്ടായിരുന്നത്. ജോൺ ഇപ്പൊ ദേഷ്യം വന്നിട്ട് അവൻ അടിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവിടേക്ക് ഒളിച്ചു കയറി വന്നേ? ജോൺ, തല്ലല്ലേ, ഞാനിവിടെ വന്നത് നമ്മുടെ ആ ഒരു പ്ലാനിന്റെ മാപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ജോൺ പറയുന്നുണ്ട്, നിനക്ക് മാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ ഞാൻ തരുമല്ലോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് ഒളിച്ചു കയറി വന്നതെന്ന് ചോദിച്ചിട്ട് അവനെ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഫ്രാൻ അവനോട് നിർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജോണിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇട്ടിട്ട് തല്ലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ അവൻ തെറിച്ചിട്ട് അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളുടെ മുകളിലേക്ക് വീഴുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. അത് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ജിമ്മിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ജിമ്മി ഇപ്പൊ വിളിച്ചു പറയാണ്, ഞാൻ വന്നത് ആ ഒരു മാപ്പ് എടുക്കാൻ വേണ്ടി മാത്രമാണ്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ പ്ലാൻ മനസ്സിലായത്. നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പോവാണല്ലേ, നിങ്ങളെ എന്റെ അങ്കിള് ആ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ജിമ്മി ഇപ്പോ അവിടുന്ന് ഇറങ്ങി പോവാണ്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിങ്കിനെയും ബോബിനെയും കൂടിയിട്ട് അങ്ങോട്ട് വിളിച്ചു നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോൺ ഇപ്പൊ പറയുന്നുണ്ട്, നമുക്ക് ആ ഒരു പ്ലാന് ഇനി ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ബോട്ട് വിട്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇനി ഇത് നടക്കും തോന്നുന്നില്ല. അത് മാത്രമല്ല നമുക്ക് തരാനുള്ള ആ ഒരു ക്യാഷ് അതിന് അയാൾ തരുന്നു തോന്നുന്നില്ല. കാരണം ജിമ്മി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ പ്ലാനിനെ പറ്റിയിട്ടൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി തരാനുള്ള ആ ഒരു ക്യാഷ് ആ ഒരു ജോലി ചെയ്ത് തീർക്കാതെ തരാനുള്ള സാധ്യതയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഫ്രാൻ പറയാണ്, അവനിവിടെ വന്നത് ആ ഒരു മാപ്പ് എടുക്കാനായിട്ടൊന്നുമല്ല, അവൻ എന്നെ കാണാനായിട്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എല്ലാവരും അന്തം വിട്ടിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇപ്പൊ അവള് പറയാണ്, അവനിവിടെ വന്ന അന്ന് മുതൽ എന്റെ പുറകെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. ഓ
ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പോ ഡയറക്റ്റ് പോയിട്ട് ഈ ഒരു ഡീലിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തായാലും നമുക്ക് തരാനുള്ള ആ ഒരു പെർസെന്റേജ് കുറയ്ക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ എന്തായാലും പോയിട്ട് അവരെ സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഫ്രാനെ അങ്ങോട്ടേക്ക് വിടുകയാണ്. ഫ്രാൻ ഇപ്പോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നമ്മുടെ മിക്കിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അയാള് ഫ്രാനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജിമ്മി വന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് മിക്കിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോ ആ ഒരു പ്ലാന് അത് വീണ്ടും ഓണായിരിക്കുകയാണ്. ഫ്രാനിന് വേണ്ടിയിട്ട് നമ്മുടെ ജിമ്മി ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് കണ്ടു കഴിഞ്ഞപ്പോ ഫ്രാനും ജിമ്മിനോട് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ വരുന്നുണ്ട്. ജോണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എയർപോർട്ടിൽ പോയിട്ട് ആ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ദിവസവും സമയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഒരു വലിയ പ്ലാൻ ഇടുകയാണ്. അതിന്റെ ആദ്യ പടി എന്നോണം ഈ ഒരു എയർപോർട്ടിന്റെ ആ ഒരു ശ്രദ്ധിക്കാത്ത ഒരു ഭാഗത്ത് അവരൊരു ബോംബ് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഫ്രാൻ അന്ന് ബാറിൽ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള ലേഡീനെ അവരിങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ റുട്ടീനുകളും അതുപോലെ തന്നെ എപ്പോഴാണ് അവർ പുറത്തേക്ക് പോകുന്നത്, അവരെവിടേക്കാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോ ഈ റോബർ ചെയ്യുന്ന ദിവസം എത്തിയിട്ടുണ്ട്. ജോൺ ആദ്യമായിട്ട് പോയത് ഈ ഒരു സെക്യൂരിറ്റി ഓഫീസറെ കാണാനായിട്ടാണ്. അവരാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ നിന്ന് കോഫി വാങ്ങിയിട്ട് അതിലേക്ക് മദ്യം ഒഴിച്ച് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ടൈമിലാണ് കൃത്യമായിട്ട് ജോൺ അവരെ കാണാനായിട്ട് ചെന്നത്. ജോണിനെ കണ്ടപ്പോൾ തന്നെ ഈ ഒരു ലേഡി നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഇപ്പൊ ജോണിനോട് പറയാണ്, നിങ്ങൾ FBI വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ദയവ് ചെയ്തിട്ട് എന്റെ ഈ ഒരു ജോലി കളയരുത്. എനിക്ക് 2 കുട്ടികളൊക്കെ ഉള്ളതാണ്. ഇനി ഞാൻ ഒരിക്കലും ഡ്യൂട്ടി ടൈമിൽ മദ്യപിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു ലേഡി ഒരുപാട് കിടന്ന് കെഞ്ചി കഴിഞ്ഞപ്പോ ജോൺ അവരോട് പറയാണ്, ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത് എന്നിങ്ങനെ പറയാണ്. അവരതിന് ഓക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ജോൺ പറയാണ്, ഞാനിന്ന് നിങ്ങളുടെ ആ ഒരു സെക്യൂരിറ്റി ഏരിയയിൽ ചെറിയൊരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരികയാണ്. അത് നിങ്ങളുടെ ഓഫീസേഴ്സിനെ ഒന്ന് രഹസ്യമായിട്ട് അറിയിച്ചേക്ക്. നിങ്ങൾ മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ട് ഇവിടുന്ന് മാറിയേക്ക് എന്നിങ്ങനെ പറയാണ്. അത് മാത്രമല്ല ആ ഒരു സെക്യൂരിറ്റി ക്യാബിന്റെ മാസ്റ്റർ കീ എന്നെ ഏൽപ്പിക്കാനായിട്ട് പറയാണ്. ലേഡി ഇപ്പോ ജോൺ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ജോൺ പോയത് ഇവരുടെ ആ ഒരു സെക്യൂരിറ്റി ഏരിയയിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറുടെ അടുത്ത് ഈ ഒരു ലേഡിയെ പറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അവർ കോഫി കുടിക്കാൻ പോയതാണെന്ന് പറയുന്നുണ്ട്. ജോൺ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ വേഷത്തിലായിരുന്നു. ജോൺ ഇപ്പോ അയാളുടെ കയ്യിലുള്ള ആ ഒരു ടൂൾ ബോക്സ് അവിടെ വെക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് ഒരു കോഫി കുടിച്ചിട്ട് വരാം, അതുവരെ ഈ ഒരു ബോക്സ് ഇവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ അയാൾ ഓക്കെ പറയാണ്. അങ്ങനെ ജോണ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു എയർപോർട്ടിന് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ജോണിന്റെ ടീമിന്റെ അടുത്ത് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. അതിനുശേഷം ജോൺ പോയിട്ട് ഒരു കോഫിയും വാങ്ങിയിട്ട് വീണ്ടും തിരിച്ച് ഈ ഒരു സെക്യൂരിറ്റി ഏരിയയിലേക്ക് വരികയാണ്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ ജോണിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മെറ്റൽസ് ഉണ്ടെങ്കിൽ ആ ഒരു ടേബിളിന്റെ മുകളിലേക്ക് വെക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ ജോണ് അയാളുടെ ആ ഒരു ടൂൾ ബോക്സും കോഫിയും ടേബിളിന്റെ മുകളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തുകൂടി കടന്നു വരികയാണ്. അയാളുടെ കയ്യിൽ മെറ്റൽ ഡിവൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ജോൺ ഇപ്പൊ അകത്ത് കിടന്നിട്ട് മറ്റൊരു വിൻഡോയിൽ കൂടെ അയാൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കോഫി എടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ലേഡി കൊടുത്തിട്ടുള്ള കീ എടുക്കുകയാണ്. ജോണ് ഈ ഒരു കോഫിയുടെ ഉള്ളില് ഒരു ചെറിയ ഗണ്ണ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് ഈ ഓഫീസർ നിൽക്കുന്ന ക്യാബിൻ തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പെട്ടെന്ന് ജോണിനെ കണ്ടു കഴിഞ്ഞപ്പോ ഈ ഒരു ഓഫീസർ ചെറുതായിട്ടൊന്ന് പാനിക് ആവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജോണ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ, അല്ലാന്നുണ്ടെങ്കിൽ തന്നെ വെടിവെച്ച് ഞാൻ പുകച്ചു കളയുന്നു പറയണം. എന്നാലും ഈ ഒരു സെക്യൂരിറ്റി ഓഫീസർ അവിടെ ഉണ്ടായിരുന്ന ഒരു അലാറം സ്വിച്ചിലേക്ക് ഞെക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ ജോണ് അയാളുടെ കയ്യിലിരുന്ന ആ ഒരു ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സ്വിച്ചിന്റെ ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഓഫീസറിനെ പിടിച്ചിട്ട് മുന്നിലുണ്ടായിരുന്ന ഡെസ്കിന്റെ മുകളിലേക്ക് അയാളുടെ തല ഇങ്ങനെ ഇടിക്കുകയാണ്. ഇപ്പോ അയാളുടെ ബോധം പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സെക്യൂരിറ്റി ഏരിയ മുഴുവനും ഇവരുടെ കൺട്രോളിലായി കഴിഞ്ഞപ്പോ ജോണ് അയാളുടെ ടീമിനോട് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോലീസുകാരന്റെ വേഷത്തിൽ വന്നിട്ടുള്ള പിങ്കിനെ അവിടെ നിർത്തിയിട്ട് ജോണ് ആ ഒരു വാനിൽ കയറിയിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് മെല്ലെ മുന്നോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് റൺവേയിലോട്ട് വന്നിട്ടുണ്ട്. അതിപ്പോ ആ ഒരു റൺവേ കൂടെ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു എയർപോർട്ടിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവരുടെ കൺട്രോളിലുള്ളൂ. പക്ഷേ ഇനിയും ഒരുപാട് പോലീസുകാർ ഈ ഒരു എയർപോർട്ടിനുള്ളിലുണ്ട്. അപ്പോ അവരെയൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് ഇവര് ആ ഒരു ബോംബ് എയർപോർട്ടിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ ഒരു ബോംബ് അവിടുന്ന് പൊട്ടുകയാണ്. ഈ ഒരു കാര്യം കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ മുഴുവനും ഈ ഒരു ബോംബ് പൊട്ടിയ ഭാഗത്തേക്ക് പോവുകയാണ്. ഇപ്പോ ടേക്ക് ഓഫ് ആകാൻ പോകുന്ന ആ ഒരു പ്ലെയിനിന്റെ ഉള്ളിലിരിക്കുന്ന പൈലറ്റ്സ് ഈ ഒരു എക്സ്പ്ലോഷൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റേഡിയോയിലൂടെ അവര് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റൺവേക്ക് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്തോളാൻ പറയാണ്. അങ്ങനെ ആ ഒരു പ്ലെയിന് വീണ്ടും മുന്നോട്ടേക്ക് ഇങ്ങനെ നീങ്ങാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു പ്ലെയിനെ പിടിക്കാനായിട്ട് അതിന്റെ പുറകില് ജോണും അവന്റെ ടീമും കൂടിയിട്ട് ആ ഒരു വാനില് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ഈ ഒരു പ്ലെയിനിന്റെ മുന്നിലേക്ക് അവർ ആ ഒരു വാനിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എയർപോർട്ടിലുള്ള ജീവനക്കാരുടെ വേഷത്തിൽ വന്നിട്ടുള്ള ജിമ്മി അവനിപ്പോ ഈ ഒരു പ്ലെയിനിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ സിഗ്നലുകൾ കാണിക്കുകയാണ്. ആ ഒരു പ്ലെയിനിന്റെ അടിഭാഗത്തുണ്ടായിരുന്ന ആ ഒരു പോർട്ടിലേക്ക് ജിമ്മിയുടെ കയ്യിലുണ്ടായിരുന്ന ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്ലെയിനിലിരിക്കുന്ന പൈലറ്റ്സിനോട് സംസാരിക്കുകയാണ്. ഇവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഈ ഒരു പ്ലെയിനിന്റെ ഉള്ളിലും ബോംബുകൾ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു പ്ലെയിനിന്റെ ഉള്ളിലുള്ള റേഡിയോ ഡിവൈസുകൾ മുഴുവനായിട്ട് ഓഫ് ആക്കാനായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ബോംബിനെ ട്രിഗർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് കേട്ടിട്ട് പൈലറ്റ്സ് അതുപോലെ തന്നെ
ചെയ്യുകയാണ്. ഇപ്പൊ അവർക്ക് ഈ ഒരു എയർപോർട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു വാന്റെ മുകളിൽ കൂടെ കയറിയിട്ട് ജോണ് ആ ഒരു പ്ലെയിനിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പൈലറ്റ്സ് ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒരു സ്മോക്ക് ബോംബ് ഇടുകയാണ്. ആ ഒരു 2 പൈലറ്റ്സും തന്നെ ഇപ്പൊ ബോധം കിട്ടിയിട്ട് നിലത്തേക്ക് വീഴാണ്. ഈ ഒരു സമയത്ത് ജോണും ബോബും കൂടിയിട്ട് കാർഗോ വെച്ചിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ജിമ്മി പോയിട്ട് ഈ ഒരു വാനിന്റെ ഡിക്കി മെല്ലെ തുറക്കാണ്. അതിന്റെ ഉള്ളില് വലിയ ഒരു ട്രാക്ടറിന്റെ എഞ്ചിൻ പോലെ തോന്നുന്ന ഒരു സേഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ ഒരു സേഫ് തുറന്നു വെക്കുകയാണ്. എന്നിട്ട് വാനിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വലിയ ലാഡർ അതിപ്പോ പ്ലെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോണും ബോബും കൂടിയിട്ട് പ്ലെയിനിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഗോൾഡ് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സുകളൊക്കെ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും ഈ ഒരു പ്ലെയിൻ ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുന്നത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ വളരെ ദൂരെ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജിമ്മി ഇപ്പൊ ഉറക്കെ വിളിച്ചു പറയാണ്, നിങ്ങൾ ഇത്ര നേരമായിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വേഗം ആ ഒരു ബോക്സ് ഒക്കെ താഴേക്ക് ഇടാനായിട്ട് പറയുന്നുണ്ട്. ജോണും ബോബിയും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ബോക്സുകളൊക്കെ ഈ ഒരു ലാഡർ വഴി താഴേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ജിമ്മി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സുകളൊക്കെ സേഫിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബോക്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് പോലീസ് വരുന്നതിന് മുന്നേ ഇവര് ഈ ഒരു എയർപോർട്ടിന്റെ പുറത്തേക്ക് കിടക്കാണ്. ജോണ് ഇവര് പോകുന്ന വഴിക്ക് ഒരു ഗോൾഡിന്റെ ബാർ എടുത്തിട്ട് എല്ലാരും കാണിക്കുന്നുണ്ട്. ഇപ്പൊ അത് നോക്കിയിട്ട് എല്ലാരും സന്തോഷത്തിൽ അങ്ങനെ ചിരിക്കുകയാണ്. ഇപ്പൊ ജോണ് ജിമ്മിനോട് പറയുന്നുണ്ട്, നിനക്കല്ലേ ഈ ഒരു കാര്യത്തില് എന്നെ വിശ്വാസമില്ല എന്ന് പറയുന്നത്, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജിമ്മിക്കും ഇപ്പൊ സന്തോഷമാവുന്നുണ്ട്. ഇവര് നേരെ പോയത് അടുത്തുണ്ടായിരുന്ന ഒരു ഗ്യാരേജിലേക്കായിരുന്നു. അവിടെ എത്തിയിട്ട് ഈ ഒരു വണ്ടീന്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കറും നമ്പർ പ്ലേറ്റും എല്ലാം തന്നെ ഇവർ അഴിച്ചു മാറ്റാണ്. ഈ ഒരു സമയത്ത് പിങ്ക് ഒരു സർവീസ് സെന്ററിലേക്ക് വിളിച്ചിട്ട്, ഞങ്ങളുടെ വണ്ടി കേടായിട്ട് 4 മണിക്കൂറായിട്ട് ഇവിടെ പെട്ട് കിടക്കാണ്, കുറെ നേരമായി നിങ്ങളെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു റിക്കവറി വെഹിക്കിള് അതിങ്ങോട്ടേക്ക് വിടണമെന്ന് പറയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബോബും പിങ്കും അവിടുന്ന് ഒരു കാർ എടുത്തിട്ട് പോവുകയാണ്. ഇവരുടെ ഈ ഒരു വാന് കേടായിട്ട് വഴിയിൽ കിടക്കുന്നത് പോലെ അവിടെ ആ റോട്ടില് അവരിങ്ങനെ ഒരു സീൻ സെറ്റ് ചെയ്യാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ നടന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജോൺ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജിമ്മി ജോണിന്റെ ബാഗിൽ കൂടെ വന്നിട്ട് ഒരു ഇരുമ്പിന്റെ വടി എടുത്തിട്ട് ജോണിന്റെ തലയ്ക്ക് അടിച്ചിട്ട് ബോധം കെടുത്തി അവിടെ ഇടുന്നുണ്ട്. എന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഡിന്റെ ബാർ അവൻ എടുത്തിട്ട് ഫ്രാന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. ഈ ഒരു സമയപ്പോഴത്തേക്കും ഇവർ അന്വേഷിച്ചിട്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു വാന് കണ്ടു കഴിഞ്ഞപ്പോ പോലീസുകാർ അവിടെ ചവിട്ടി നിർത്തുകയാണ്. എന്നിട്ട് അതിന്റെ അകത്ത് ഗണ്ണായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഫ്രാനോടും ജിമ്മിനോടും വാനിന്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയാണ് അതൊരു ട്രാക്ടറിന്റെ എഞ്ചിനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഡിക്കി തുറന്ന് കാണിക്കാനായിട്ട് പറയാണ്. അവർ ഡിക്കി തുറന്ന് നോക്കുന്ന സമയത്ത് വലിയൊരു എഞ്ചിന് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ വണ്ടി കേടായിട്ട് ആ ഒരു റിക്കവറി വെഹിക്കിളിന് വേണ്ടിയിട്ട് 4 മണിക്കൂറായിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഇവർ വിളിച്ചു പറഞ്ഞ അനുസരിച്ചിട്ട് ആ ഒരു റിക്കവറി വെഹിക്കിൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോ പോലീസുകാർക്ക് ആ ഒരു സംശയമൊക്കെ മാറിയിട്ട് അവരിപ്പോ അവരുടെ കാർ എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഫ്രാനും ജിമ്മിയും കൂടിയിട്ട് ആ ഒരു റിക്കവറി വെഹിക്കിളിന്റെ കൂടെ അവിടുന്ന് പോവാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. മിക്കിയുടെ ആ ഒരു സ്ഥലത്തേക്ക് ജിമ്മി ഈ ഒരു വാനും കൊണ്ട് ഇങ്ങനെ പോവാണ്. ഫ്രാനും അവന്റെ കൂടെ ആ ഒരു വാനിലുണ്ട്. ഈ ഒരു സമയത്ത് ജിമ്മി അവളോട് പറയുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡ് വളരെ മോശപ്പെട്ട ഒരാളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീല് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഒരിക്കലും ഞങ്ങളുടെ അടുത്തേക്ക് വിടില്ലായിരുന്നു. നീ എന്റെ വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തിനാണ് നീ ആ ഒരു വയസ്സായിട്ടുള്ള മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നത്? നീ എന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാനേ. അത് മാത്രമല്ല ഈ ഒരു വാനിലുള്ള ഗോൾഡ് അത് മുഴുവനും നമുക്കുള്ളതാണ്, അതുകൊണ്ട് നീ എന്റെ കൂടെ നിൽക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫ്രാനിന്റെ മൈൻഡ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു. ആ ഒരു ട്രക്ക് ഇവരെ ഇടിക്കാനായിട്ട് വരികയാണ്. ജിമ്മി ഇപ്പൊ അവരുടെ വാന് പെട്ടെന്ന് വെട്ടിച്ച് മാറ്റുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് വെട്ടിച്ചുകൊണ്ട് തന്നെ ആ ഒരു വാൻ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മതിലിന്റെ മുകളിലേക്ക് ഇടിക്കുകയാണ്. ബാക്കിലുള്ള ഗോൾഡിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജിമ്മി വാനിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറകിലേക്ക് പോയി നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സേഫ് പൊട്ടിയിട്ട് മുഴുവൻ ബോക്സും ഇപ്പൊ നിലത്തേക്ക് വീണിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നത് ഗോൾഡ് ആയിരുന്നില്ല, ഇരുമ്പിന്റെ കുറച്ച് പീസുകൾ മാത്രമായിരുന്നു അത്. ഈ ഒരു സമയത്ത് ജോണിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഗോൾഡിന്റെ പീസ് പുറത്തെടുത്ത് നോക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് അത് നിലത്തേക്ക് വീഴാണ്. നിലത്തേക്ക് വീണ അതേ സമയത്ത് തന്നെ അത് 2 കഷ്ണമായിട്ട് പൊട്ടുന്നുണ്ട്. ഇപ്പൊ എടുത്തു നോക്കുന്ന സമയത്താണ് അവന് മനസ്സിലായത് അത് ഗോൾഡ് പെയിന്റ് അടിച്ചിട്ടുള്ള എന്തോ ഒരു ലോക്കൽ മെറ്റീരിയൽ ആയിരുന്നു എന്നുള്ളത്. ഈ ഒരു സമയത്ത് ഫ്രാൻ ആണെന്നുണ്ടെങ്കിൽ ഇവരെ ഇടിക്കാൻ വന്നിട്ടുള്ള ആ ഒരു ട്രക്കിൽ കയറിയിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ജിമ്മിക്ക് ഇതൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും. പക്ഷേ ഗോൾഡ് എങ്ങനെയാണ് ഈ ഒരു ഇരുമ്പിന്റെ പീസായിട്ട് മാറിയിട്ടുള്ളതെന്ന് ജിമ്മിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോണിന് നേരത്തെ തന്നെ അറിയായിരുന്നു മിക്ക് ജിമ്മിനെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗോൾഡ് അവരുടെ അടുത്ത് അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സീക്രട്ട് ആയിട്ട് ജോൺ മറ്റൊരു പ്ലാനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ ഈ ഒരു ഗോൾഡ് പോകുന്ന ആ ഒരു സെയിം ഫ്ലൈറ്റില് ജോൺ അയാളുടെ കുറച്ച് കാർഗോസ് ന്യൂസിലാൻഡിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർഗോ കമ്പനിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് ആ ഒരു ഫ്ലൈറ്റ് കൊള്ളയടിക്കാൻ വന്ന സമയത്ത് നമ്മുടെ ജോണും ജിമ്മി കൂടിയിട്ട് ആക്ച്വലി ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ചെയ്ത് തന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോണിന്റെ കാർഗോയിൽ ഉണ്ടായിരുന്ന ആ ഒരു സാധനങ്ങൾ ഇപ്പൊ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഗോൾഡിന്റെ ബോക്സ് മുഴുവൻ നിറയ്ക്കുകയാണ്. എന്നിട്ട് അങ്ങനെ തന്നെ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഗോൾഡ് ആണെന്നുള്ള രീതിയിൽ ജോണും ബോബും കൂടിയിട്ട് താഴേക്ക് ജിമ്മിക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്കും ജോണിന്റെ കാർഗോയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇരുമ്പ് ഇട്ട് വെച്ചിട്ടുള്ള ബോക്സുകളായിരുന്നു. ഇതുകൊണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഇവർ ഒരുപാട് സമയം എടുത്തത്. അന്ന് രാത്രി ജോണും ബോബും കൂടിയിട്ട് ചെറുതായിട്ട് അവരുടെ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓഫീസർ അടുത്ത് ജോൺ ചോദിക്കുകയാണ്, എന്റെ കുറച്ച് കാർഗോ കൂടിയിട്ട് ഞാൻ ആ ഒരു ഫ്ലൈറ്റിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, അതും മോഷണം പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്.
ഇപ്പൊ ആ ഒരു ഓഫീസർ പറയാണ് ഇല്ല, നിങ്ങളുടെ കാർഗോന്റെ അടുത്തായിട്ട് കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു, അതാണ് കള്ളന്മാര് കൊണ്ടായിട്ടുള്ളത്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, എന്റെ കാർഗോ ഈ ഒരു സമയത്ത് അവിടെ എത്തേണ്ടതായിരുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ ഈ ഒരു ഫ്ലൈറ്റ് നാളെ രാവിലെ 8 മണിക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്റെ കാർഗോ ഒക്കെ എനിക്ക് തിരിച്ചു തന്നേക്കെന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ഗോൾഡുമായിട്ട് ജോണും ബോബും കൂടിയിട്ട് ഇപ്പോ ജോണിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്ത് ജോൺ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡ് ഉരുക്കിയിട്ട് വലിയ പൈപ്പിന്റെ രൂപത്തിലേക്ക് ആക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജിമ്മി മിക്കിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്. മിക്കിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. മിക്കി അയാളുടെ ആൾക്കാരെ വിട്ടിട്ട് പിങ്കിനെ ഇപ്പൊ പൊക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഗോൾഡ് എവിടെയാണ് ഒളിച്ചു വെച്ചിട്ടുള്ളതെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ പിങ്കിനോട് ചോദിക്കുകയാണ്. പക്ഷെ പിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അങ്ങോട്ട് വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ അവൻ ഒരുപാട് ഉപദ്രവിക്കാൻ ബ്ലാക്ക്മെയിൽ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പിങ്ക് ഉള്ള കാര്യം തുറന്ന് സംഭവിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ ആ ഒരു മീറ്റിംഗ് പോയിന്റ് അത് എവിടെയാന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇപ്പൊ ആ ഒരു മീറ്റിംഗ് പോയിന്റിലേക്ക് ജോണിനോട് വരാൻ പറഞ്ഞിട്ട് പിങ്കിനെ കൊണ്ട് മിക്ക് ഇപ്പൊ വിളിപ്പിക്കുകയാണ്. ഈ ഒരു കോൾ കട്ടായ ഉടനെ തന്നെ പിങ്കിനെ മിക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഈ ഒരു മീറ്റിംഗ് പോയിന്റിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഫ്രാൻ ആയിരുന്നു. ഇവളും ഇവരുടെ കയ്യിൽ പെടുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ജോണ് അയാളുടെ ബോട്ടുമായിട്ട് ഈ ഒരു പോയിന്റിലോട്ട് വരുന്നത്. ഇപ്പോ ഫ്രാന്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് അടി കൊണ്ടതിന്റെ പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ തന്നെ ജോണിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. ജോൺ ഇപ്പോ എന്താ പറ്റിയെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ മിക്കിയും അയാളുടെ ഗുണ്ടകളും കൂടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരികയാണ്. എന്നിട്ട് ജോണിനെ ഇപ്പൊ തല്ലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് മുഴുവനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം, എന്നെയും എന്റെ വൈഫിനെ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മിക്ക് ചിരിച്ചിട്ട് പറയാണ്, നിന്റെ വൈഫോ? ഇവള് എന്റെ ജിമ്മി ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്. എടാ ജിമ്മി, നീ നിന്റെ ലവറിനെ കൂട്ടിയിട്ട് ഇവിടുന്ന് പോടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജിമ്മി ഇപ്പൊ വന്നിട്ട് അവളെ അവിടുന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് ഒരു കാറിൽ കയറ്റിയിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് പോകുന്നുണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് വളരെ നിസ്സഹായനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് ഈ ഒരു ബോട്ടിന്റെ സൈഡിൽ നിന്ന് ബോബ് ഒരു ഗണ്ണുമായിട്ട് വരുന്നത്. അയാള് അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാരെയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. മിക്കിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗണ്ണ് വാങ്ങിയിട്ട് ബാക്കിയുള്ള ആളുകളെ മുഴുവനും ഇപ്പൊ ജോൺ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. മിക്കിനെയും അവർ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അയാളെയും അവിടെ വെച്ചിട്ട് അവർ തീർക്കുകയാണ്. ഇവരുടെ ആ ഒരു ടീമില് ജിമ്മി മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ജോണും ബോബും കൂടിയിട്ട് ഒരു കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇപ്പൊ ബോബ് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ വൈഫിനെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് പോകണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവളെ രക്ഷപ്പെടുത്താനായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവള് സ്വന്തം രക്ഷപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളൂ, അവളെ പറ്റിയിട്ട് നിനക്ക് അറിയാഞ്ഞിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബോബാണെന്നുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പറയാണ്, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമ്മളൊരു കോൺടാക്ട് വേണ്ട, പിന്നെ ആ ഒരു ഗോൾഡ് വിറ്റിട്ട് അതിന്റെ ഒരു ഷെയർ അതെന്റെ അക്കൗണ്ടിലേക്ക് ഇടേണ്ടത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ബോബ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്നത് ജോൺ അയാളുടെ വീട്ടില് ഈ ഒരു പൈപ്പിന്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ടില്ല ആ ഒരു ഗോൾഡ്, അതിനിപ്പോ ജോണ് ബ്ലാക്ക് കളർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഫ്രാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് ജോൺ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ ഫ്രാൻ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ആ ഒരു ഗോൾഡൊക്കെ എവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ജോണ് ആ ഒരു ട്രക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ആ ഒരു ട്രക്കിൽ നിറച്ച് ഗോൾഡ് ആണ്, അത് ഞാനിങ്ങനെ ബ്ലാക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ജിമ്മി ഒരു ഗണ്ണായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവൻ പറയാണ്, ഗോൾഡൊക്കെ ഈ ഒരു ട്രക്കിലാക്കിയിട്ട് ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു ട്രക്ക് ഞാൻ കൊണ്ടുപോവാണ്, അതുപോലെ തന്നെ നിന്റെ വൈഫിനെ ഞാൻ കൂടെ കൂട്ടുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. ഫ്രാൻ ആണെന്നുണ്ടെങ്കിൽ ജിമ്മിയുടെ കൂടെ പോകാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ജിമ്മി പറയാണ്, ഇവള് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കൊല്ലാതെ വിടുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ട്രക്ക് കൊടുത്തിട്ട് ജിമ്മിയും ഫ്രാനും അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ട്രക്ക് എടുത്തിട്ട് ജോണ് ഭയങ്കര വിഷമത്തോടെ അവരുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് ആ ഒരു ട്രക്കിന് പുറകിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കറുത്ത കമ്പി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗേറ്റിൽ ഇങ്ങനെ വരസുന്നത്. നോക്കുന്ന സമയത്ത് ആ ഒരു പെയിന്റ് ഒക്കെ ഇളകി പോയിട്ട് ഉള്ളില് ഗോൾഡൻ കളർ ഇങ്ങനെ നമുക്ക് കാണാം. ഇപ്പോ ജോൺ ആണെന്നുണ്ടെങ്കിൽ മെല്ലെ ഇറങ്ങി വന്നിട്ട് ട്രക്കിന്റെ ബാക്കിലുണ്ടായിരുന്ന ആ ഒരു ഷീറ്റ് ഇങ്ങനെ മാറ്റി നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അതിനുള്ളില് മുഴുവൻ ഗോൾഡ് ആയിരുന്നു. ജിമ്മി ഈ ഒരു ഗോൾഡിന് വേണ്ടിയിട്ട് വരുന്നുള്ളത് ജോണിന് നന്നായിട്ട് അറിയായിരുന്നു. അവർ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ട്രക്കില് ശരിക്കും ഇരുമ്പിന്റെ കമ്പികളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ മുഴുവൻ ഗോൾഡുമായിട്ട് ജോൺ അവിടുന്ന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് ഹൈസ്റ്റ് എന്ന സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇനിയിപ്പോൾ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.